ഇന്നത്തെ സ്പെഷ്യൽ കപ്പ കിഴങ്ങ് പുഴുങ്ങി അടിക്കാനുള്ള പരിപാടിയാണ്. കപ്പ നമ്മളെടുത്തെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ നമ്മളൊന്ന് ചെത്തി ഒന്ന് സെറ്റപ്പാക്കി എടുക്കാം. പതുക്കെ തൊലിയെടുത്ത് ഇതാ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ കിഴങ്ങായതുകൊണ്ട് നമ്മൾ നാലായിട്ട് കീറി അങ്ങനെ ചീവി പെട്ടെന്ന് കളഞ്ഞാൽ പരിപാടി നടക്കുന്നു. അല്ലെങ്കിൽ അത് പൊളിച്ചെടുക്കാൻ പറ്റത്തില്ല. പൊളിച്ചെടുക്കാൻ പോയി കഴിയുമ്പോൾ അത് ഒരുപാട് വേസ്റ്റാകും. പിന്നെ ചെത്തി പടപടയെ നമ്മൾ എല്ലാം കൊണ്ട് റെഡിയാക്കി എടുക്കുകയാണ്. ഏകദേശം എല്ലാം പൊളിച്ചെത്തി എടുത്തു കഴിഞ്ഞു. ഇനി 2 പീസ് കൂടെ ഉള്ളൂ. നമ്മളൊന്ന് കഴുകി റെഡിയാക്കി എടുക്കാം. നല്ല കിഴങ്ങാണ് പ്രാവശ്യം കിട്ടിയത്. അത് കഴുകി നമ്മൾ കുക്കറിനകത്തിട്ടാക്കി 2 കഴുകണം. കാരണം മണ്ണൊക്കെ കഴുകി സെറ്റ് ചെയ്ത് കുക്കർ നിറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ അടുപ്പേക്ക് കയറ്റി ഇച്ചിരി ഉപ്പ് ഇട്ട് സെറ്റാക്കി നമ്മൾ വെച്ചു. ഒന്ന് അടച്ച് റെഡിയാക്കി വെക്കാം. ഇപ്പോഴത്തേന് മുളക് ചമ്മന്തി റെഡിയാക്കാം. അമ്മയുടെ വകയായിട്ട് ഉള്ളിയൊക്കെ കൊത്തി അരിഞ്ഞിട്ട് പച്ചമുളകും ശകലം പുളിയും ഇച്ചിരി ഉപ്പും ഇട്ടിട്ട് കച്ചാന്നങ്ങോട്ട് ഇടിച്ച് റെഡിയാക്കി നമ്മൾ അരിഞ്ഞിട്ട് എടുക്കുകയാണ്. അതിലൂടെ നമ്മൾ നല്ലോണം ഉടച്ച് റെഡിയാക്കിയതിന് ശേഷം അതിന് നമ്മളൊരു പാത്രത്തിലോട്ടാക്കി ഒരു സൈഡിൽ നമ്മുടെ കപ്പ വേവുന്നുണ്ട്. അപ്പോഴത്തേന് ചമ്മന്തി റെഡിയായി. ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് ഒഴിച്ച് നല്ല സെറ്റപ്പാക്കി അങ്ങോട്ട് എടുക്കുക. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. വെളിച്ചെണ്ണ ഒഴിക്കുന്നത് എത്ര ഒഴിക്കുന്നത് അത്രയും നല്ലതാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വിസിലടിച്ച് കുക്കർ നമ്മൾ റെഡിയാക്കി തിളച്ച് അത് തുറന്നു കഴിഞ്ഞപ്പോൾ മോനെ സെറ്റപ്പായി. വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞു. കപ്പ ഇതാ റെഡി. നല്ല വെച്ച മീൻകറിയുണ്ട്. ആ മീൻകറിയുടെ ചാറും കപ്പയും പിള്ളേരെല്ലാം ചണക്കെന്ന് അടിക്കുന്നത്. മോനെ പച്ചമുളക് കഴിച്ച് അന്നായി ടേസ്റ്റായിപ്പോയി. എരിയായിപ്പോയി. ടേസ്റ്റല്ല, എരിയായിപ്പോയി. എല്ലാവരും രാവിലെ നല്ല സെറ്റപ്പാക്കി സംഭവം റെഡി. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. സംഭവം പൊളി.